നമസ്കാരം. ഓരോ വിഭാഗത്തിൻ്റെയും പ്രത്യേകിച്ച് അവശത അനുഭവിക്കുന്ന രോഗികളുടെയും വിഭാഗങ്ങളുടെയുമൊക്കെ വിവിധങ്ങളായ പ്രശ്നങ്ങളും പെൻഷൻ കാര്യങ്ങളുമൊക്കെ നമ്മൾ ഇതിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നലെ വന്നിരിക്കുന്ന ഒരു ശുഭവാർത്ത, 2 വിഭാഗം ആളുകളുടെ പെൻഷൻ 100% കൂട്ടിയിരിക്കുകയാണ്. സാധാരണ പെൻഷൻ അങ്ങനെ 100% കൂട്ടാറില്ല. പക്ഷേ ഇത് കൊടുക്കുന്നത് തന്നെ നാമമാത്രമായ തുകയാണ്. അതുകൊണ്ടാണ് ഈ 100% കൂട്ടിയത്. ഇരട്ടി, എപ്പോഴെത്രയാണോ വാങ്ങുന്നത് അതിൻ്റെ ഇരട്ടിയാക്കിയിട്ടുണ്ട്. 2 വിഭാഗക്കാർക്കാണ് ഇതാക്കിയിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ക്യാൻസർ രോഗികൾക്കാണ്, രണ്ടാമത്തെ വിഭാഗം ഡയാലിസിസ് ചെയ്യുന്ന വൃക്ക രോഗികൾക്കാണ്. അപ്പോൾ വൃക്ക രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും 1000 രൂപയാണ് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. അത് 2000 രൂപ ആക്കിയിട്ടുണ്ട്. എന്നാൽ അതേസമയം ഇനി അങ്ങനെ പറയുമ്പോൾ TB പോലുള്ള അസുഖങ്ങളുള്ളവർക്കും 1000 രൂപ വെച്ച് കൊടുക്കുന്ന സ്കീമുണ്ട്. അത് പക്ഷേ കൂട്ടിയിട്ടില്ല. ഇത് 2 രോഗങ്ങൾ മാത്രം കൂട്ടി. അതിൻ്റെ ഒരു മാനദണ്ഡം എന്തെന്നറിയില്ല. ചിലപ്പോൾ ഇത് കൂടുതൽ ആളുകളിൽ വരുന്നു എന്നുള്ളതാണോ ഇതിൻ്റെ മാനദണ്ഡം, അതോ കൂടുതൽ മറ്റതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില സ്കീമുകൾ TB പേഷ്യൻസിനുണ്ട്, അതുകൊണ്ടാണോ ഇത് ഒഴിവാക്കിയെന്നറിയില്ല. എന്തായാലും 1000 രൂപ വീതം 2 പേർക്കും പെൻഷൻ കൂട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ പെൻഷൻ എന്ന് പറയുന്നത് 3000 രൂപ പെൻഷൻ്റെ കഥ ഉണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ 3000 രൂപയുടെ കഥയുണ്ട്. അത് കഴിഞ്ഞാൽ പെൻഷനുകൾ അതേസമയം മറ്റ് പല ആളുകൾക്കും, ഇപ്പോൾ അംഗനവാടിക്കാരെ സംബന്ധിച്ചിടത്തോളം 2500 1500 ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോ 2000 1500 ആണ്, എന്തോ ഒരു റേറ്റിലാണ് വരുന്നത് വർക്കർമാർക്ക് രണ്ട്. അതുപോലെ തന്നെ പല EPFകാർക്കും 600 രൂപ മുതൽ പെൻഷൻ കിട്ടുന്നവരുണ്ട്. ശരിക്കും 600 രൂപ പെൻഷൻ കിട്ടിയാൽ ഒരു ദിവസം ഒരു വടയും ചായയും കഴിക്കണമെങ്കിൽ 20 രൂപ വേണം. അപ്പോൾ തന്നെ 10 ദിവസം ആകുമ്പോൾ എത്ര, 200. ഒരു മാസം വടയും ചായയും കഴിക്കാനുള്ള പൈസ പോലും കൊടുക്കാതിരുന്നാൽ മരുന്ന് വാങ്ങാനും വസ്ത്രം വാങ്ങാനും ഭക്ഷണം വാങ്ങാനും ഒക്കെ വലിയ തുക ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പെൻഷനിൽ ഒരു വലിയ ഏകീകരണം ആവശ്യമുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വാങ്ങുന്നവർക്ക് വലിയ തുകയാണ് പെൻഷൻ കിട്ടുന്നത്. കാര്യം അവരുടെ പൊസിഷൻ അനുസരിച്ച് അവർക്ക് വലിയ തുക പെൻഷൻ കിട്ടും. അതനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പുറത്ത് വന്നിരിക്കുന്ന സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ്റെ കാര്യത്തിൽ വലിയ അസന്തുലിതാവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു 10000 രൂപയെങ്കിലും പെൻഷൻ കിട്ടുന്ന സ്കീമിലേക്ക് സംസ്ഥാനം പോകണം എന്നുള്ള കാഴ്ചപ്പാടും വരുന്നുണ്ട്. അപ്പോൾ പെൻഷനെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാർ 2 പേർ ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഇൻസെൻറ്റീവ് എന്ന് പറയാം, അത് പെൻഷനൊന്നും പറയാൻ കഴിയത്തില്ല. കാര്യം 1000 രൂപ കൊടുക്കുന്നത് എന്ത് പെൻഷൻ, അതൊരു ഇൻസെൻറ്റീവ് പോലെ. അപ്പോൾ ക്യാൻസർ രോഗികൾക്കുള്ള ഇൻസെൻറ്റീവ് 1000 രൂപ കൂട്ടി, വൃക്ക രോഗികൾക്ക് തുടർച്ചയായി ഡയാലിസിസ് ചെയ്യുന്നവർക്കും 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരെ സംബന്ധിച്ചാണ് നമുക്ക് കൃത്യമായി ഒരു വിവരം ലഭിക്കാത്തത്. അത് ഇനി ഏതൊക്കെ വിഭാഗത്തിന് കൂട്ടുമെന്നറിയില്ല. അതിനിടയിലാണ് ശമ്പള പരിഷ്കരണത്തിൻ്റെ കമ്മിറ്റിയുടെ ഭാവി എന്താണെന്ന് ഇനി അറിയേണ്ടതുണ്ട്. ലീവ് സറണ്ടറിനെ സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. മെഡിസെപ്പിന് പകരമായി ഉമ്മൻചാണ്ടി മെമ്മോറിയൽ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷം രൂപ എന്നുള്ള പദ്ധതി പ്രഖ്യാപിച്ചു ബഡ്ജറ്റിൽ. അതിൽ ഇനി ആരൊക്കെ വരും ആരൊക്കെ ഒഴിവാകുമെന്നറിയില്ല. അപ്പോൾ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഒരു വശത്ത് സർക്കാരിൻ്റെ വരുന്നു, ചില പരിപാടികൾ ഒഴിവാക്കുന്നു. അപ്പോൾ ഇത് സ്വാഭാവികമായും ഇതെന്താണ് ഒഴിവാക്കിയത്, എന്താണ് വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇനിയും കുറച്ച് ദിവസം കൂടെ അങ്ങോട്ട് പോയാൽ മാത്രമേ വരികയുള്ളൂ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 2% DA, ജനുവരിയിലെ 2% DA ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തോടൊപ്പം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. എന്നാൽ ബാക്കി നേരത്തെയുള്ള 7 പ്രാവശ്യത്തെ DA 7 പ്രാവശ്യത്തെ DA എപ്പോൾ കൊടുക്കും? ഇപ്പം ജനുവരിയിൽ ഇപ്പോൾ കൊടുത്താൽ പിന്നെ 7 പ്രാവശ്യമുള്ള 7 പ്രാവശ്യത്തെ കുടിശ്ശിക എപ്പോൾ കൊടുക്കുമെന്ന് ഈ പറയുന്ന ഉത്തരവിൽ ഇറങ്ങുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ക്ഷേമ പരിപാടികളെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നു. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പ്രതിസന്ധികളും നിൽക്കുന്നുണ്ട്. ലീവ് സറണ്ടറിനെ കുറിച്ചുള്ള പ്രതിസന്ധിയുണ്ട്. ശമ്പള പരിഷ്കരണ കമ്മീഷൻ മുമ്പോട്ട് നീങ്ങാത്തതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ചടുലത വരാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. മെഡിസെപ്പ് ഇനി തുടരുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ നിയമങ്ങൾ വരേണ്ടതുണ്ട്. അങ്ങനെ വളരെ വലിയ തോതിലുള്ള കുറേ ആശങ്കകളും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുണ്ട്. എന്നാൽ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഈ പെൻഷൻ ഇങ്ങനെ രണ്ടും കൂട്ടി എന്നുള്ളതും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്.